പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് അനീനെയാണ്. അനി വീട്ടിൽ വന്ന് കാറ് വരുന്നത് കണ്ടപ്പോൾ നോക്കണം ഓടി വന്ന് മുകളിൽ നിന്ന് നന്ദു ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി നോക്കണതാണ്. നന്ദു ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ പുഞ്ചിരിയോട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം താഴത്ത് ഇറങ്ങി നിന്നിട്ട് കനകയും അതുപോലെ തന്നെ ഗോവിന്ദനൊക്കെ പറയുന്നുണ്ട്, ദേ നമ്മൾ വന്നത് 7ാം മാസ ചടങ്ങിന് മാത്രമല്ല കേട്ടാ, അമ്മായിയമ്മനെയും മരുമോളെയും ശരിക്കും നിരീക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറയും. അതൊക്കെ പോലീസ് ആവാൻ പോണ ആൾ നോക്കിക്കോളും എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ, ഓ എന്നിട്ട് എന്താ കാര്യം ഉണ്ടായേ? ഞാൻ തന്നെയല്ലേ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടി വന്നത്, ഈ കനകദുർഗ വേണ്ടി വന്നതിന്. ഓ പിന്നെ ഞാൻ ആദ്യമേ തന്നെ അറിഞ്ഞിരുന്നതിന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നാണ് ആ ഫോണിൻ്റെ സംഭവത്തോടു കൂടി തന്നെ. എന്നാലും ഞാനത് വിട്ട് കളഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ പിന്നാലെ പോയില്ല. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് കണ്ടുപിടിച്ചത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വരുന്ന അവർ രണ്ടുപേരെ നിരീക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് കയറി വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. വായോ ആ ചിക്കൻ ബോക്സ് മാറിയോ മോളെ എന്ന് വെച്ചപ്പോൾ മാറി മുത്തശ്ശ എന്ന് പറയും. എന്നിട്ട് പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ ദേവയാൻ്റെ മുഖത്ത് മാത്രം ഒരു മങ്ങിച്ച കണ്ടപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, ആദർശമോൻ്റെ അമ്മയ്ക്ക് സുഖമല്ലേ എന്ന് ചോദിക്കും. ആ എന്ത് സുഖം, ഇപ്പം നല്ല പണി നടക്കളയില്ലേ, നിങ്ങളുടെ മരുമോള് കാരണം കൊണ്ടേ കുറച്ച് പണിയാണ്, നിങ്ങളെ മോള് കാരണം കൊണ്ടേ കുറച്ചധികം പണിയുണ്ടെന്ന് പറയും. മോളും അടുക്കളയിൽ നല്ലോണം പണിയെടുക്കുന്ന കൂട്ടത്തിലുള്ള ഒരു മടിയും ഇല്ലാത്ത ആളാണ്. മോള് സഹായിക്കേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ദേവയാനി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗോവിന്ദൻ. ആ അവളോട് സഹായിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. എന്ന് വെച്ചാൽ അവൾ കലക്കി വെച്ചൊരു ഗ്ലാസ് പാല് കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ മോളെ നല്ല പേടിന്, അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറ്റാത്തതെന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദനും കനകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ദേവയാനിയും നയനയും പുഞ്ചിരിക്കുന്നുണ്ട്. അത് നമ്മുടെ നന്ദ് കാണുന്നുണ്ട്. ആ ചിരിക്കി ചിരിക്കി ഞങ്ങൾ എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ താമസിച്ചോ സാറേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ താമസിച്ചില്ല, പക്ഷേ താമസിക്കേണ്ട ആൾ താമസിച്ചിട്ടുണ്ട്, അതാരെന്ന് ചോദിക്കും. മുല്ലപ്പൂ വാങ്ങാൻ പോയതാണ് 7ാം മാസക്കാരിയുടെ ഭർത്താവ്, ഇതുവരെയും വന്നിട്ടില്ല. എല്ലാവരും മാറി മാറി വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. മുല്ലപ്പൂ വാങ്ങാൻ തന്നെ പോയതെന്ന് ആരോട് ചോദിക്കണേ എന്ന് മുത്തശ്ശനും ജയനും പറയും. മോളെ അബി എങ്കിടാ പോയേ എന്ന് കനക നവിയോട് ചോദിക്കുമ്പോൾ, പറഞ്ഞത് കേട്ടില്ലേ, മുല്ലപ്പൂ വാങ്ങാൻ പോയതാണ്, പിന്നൊരു വിവരവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ്. ആകെ ടെൻഷൻ അടിച്ച് ഭ്രാന്തെടുത്തിരിക്കുന്നു. അവളും വന്നിട്ടുണ്ട്, ചിക്കൻ ബോക്സുകാരി. അവൾക്ക് നാണില്ലല്ലോ, അത്രയും അസുഖം വന്നിട്ട് അധികം ദിവസമായിട്ടില്ല. എന്നിട്ട് അവൾ ഈ ഫംഗ്ഷൻ ഓടിയെത്തണമെങ്കിൽ അവനോട് അവൾക്ക് എന്തോരം സ്നേഹം ഉണ്ടായിട്ട് വേണം, അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് അമ്മയെന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, നീ ഇപ്പോൾ അവിടെ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ തമ്മിൽ അകന്ന് നിൽക്കുള്ളായിരുന്നു. ഇനിയിപ്പോൾ നീ ഇല്ലാത്ത നിലയ്ക്ക് അവർ കണ്ടുകൊണ്ട് പരസ്പരം അടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു കാഴ്ച കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെയെന്ന് പറയും. എനിക്കിനിയിപ്പോൾ എന്തായാലും അവൻ്റെ കൂടെ ജീവിക്കാൻ ഒരാഗ്രഹവും ഇല്ല, അവിടുത്തെ സ്വത്തുക്കൾ മാത്രം മതി. അതേസമയം തന്നെ നന്ദുവിനെ അവൻ്റെ ജീവിതത്തിലേക്ക് കയറ്റിയില്ല ഞാൻ. എനിക്ക് ഈ 2 ആഗ്രഹവും നിർബന്ധമായിട്ടും അച്ഛൻ സാധിച്ചു തരുന്ന പറയുമ്പോൾ, മോളുടെ ആഗ്രഹമെല്ലാം ഞങ്ങൾ സാധിച്ചു തന്നിട്ടില്ലേ, ഇതും അതുപോലെ സാധിച്ചു തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിന് മോളും കൂടി കനിയണം. അവരെ വെറുപ്പിച്ച് നിന്നാലും കുഴപ്പമൊന്നുമില്ല, അവർ കോടതിയിൽ വിവാഹബന്ധം ഏർപ്പെടുത്താൻ പോകുമ്പോൾ നമ്മൾക്ക് ചോദിക്കുന്ന പണം അവർ തരും എന്നും പറയുന്നുണ്ട്. എനിക്ക് വേറൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കണം, ഇവൻ്റെ കൂടെ ജീവിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എനിക്ക് അവൻ അത്രയ്ക്കും വെറുപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിനക്കും ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു, അവിടെ പോയി നിൽക്കണ്ടേന്നൊക്കെ പറഞ്ഞ് വീണ്ടും അനാമികനെ കുറ്റം പറയുന്നുണ്ട് അച്ഛനമ്മയും. ഇതേ സമയം തന്നെ അനഘനെയും അഭിനയം കാണിക്കുന്നുണ്ട്. അഭിനെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നത്, നേരെ ഇങ്ങനെ പോകണം, ഞാനൊന്ന് പോട്ടെ, അല്ലെങ്കിൽ നീ കുറേ നേരം ആയില്ല വന്നിട്ട്, എന്താ നിനക്ക് സംഭവിച്ചതെന്നെങ്കിലും പറയുമെന്ന് പറയും. അങ്ങനെ അവൾ പറയുന്നു, എനിക്ക് ഞാൻ ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ എൻ്റെ മോളെയും കൊണ്ട് നിൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ വരില്ല, എന്തെങ്കിലും ഒരു ഗതികേടുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ എന്നും പറഞ്ഞല്ല ഞാൻ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തുടർച്ചയായ ഭയങ്കര തലവേദന, അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ടെസ്റ്റുകളൊക്കെ എടുത്ത് അതിൽ നിന്ന് എനിക്ക് ഈ രോഗം ഉണ്ടെന്ന് മനസ്സിലായത്. ഞാൻ ഇന്നോ നാളെയോ മരിച്ചു പോകുന്നൊരു രോഗിയാണ്. പിന്നെ എൻ്റെ മോളെയും കൊണ്ട് എനിക്ക് പോകായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച്, എന്തിന് പോകുന്നത്, അവളുടെ അച്ഛൻ നല്ലൊരു സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരാളല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ വന്നത്. എൻ്റെ മോളെ നീ ഏറ്റെടുത്തേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ, നീ എന്തീ പറയണത്, നിന്നേക്കാൾ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഞാൻ, എനിക്ക് അങ്ങനെ നിൻ്റെ മോളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണത് സമ്മതിക്കുക, അതൊന്നും എനിക്കറിയണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കാണിക്കുന്നത്. പിന്നീട് വീണ്ടും അനന്തപുരിയിലേക്ക് കാണിക്കുന്നത്, ഇനി അടുത്ത 7ാം മാസ ചടങ്ങ് ആരുടെയാണ്, അനീൻ്റെ ആണോ ആദർശിൻ്റെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അനിയൊന്നും മിണ്ടൂല. എന്താ ഇനി നീയൊന്നും മിണ്ടാത്ത, എന്താ അനാമികയോ അച്ഛനോ അമ്മയോ ഒന്നും വരില്ലേ എന്ന് ചോദിക്കും. എനിക്കറിയില്ല എന്ന് പറയും. അതെന്താ മോനെ നിനക്കറിയാത്തത്, അവരുടെ കാര്യം നീയല്ലേ അറിഞ്ഞു വെക്കേണ്ടതെന്ന് മുത്തശ്ശൻ ചോദിക്കും. എനിക്കറിയില്ല എന്ന് എനിക്ക് ഇത്തിരി കൂടെ കടുപ്പിച്ച് പറയും. അപ്പോൾ ആ സമയത്ത് വീണ്ടും അനാമികയുടെ കാര്യം തന്നെയാണ് എടുത്തിടുന്നത്. അപ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട്, അനിമോനെ എനിക്ക് അതിന് അനാമികനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ, അതും വേണമല്ലോ പറയാമെന്ന് പറയും.
ഇങ്ങനെ ആയാലും ശരിയാവില്ലല്ലോ, ഇവരുടെ ജീവിതം ഒരു കരയ്ക്ക് എത്തിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനെക്കുറിച്ചായി ചർച്ച. ഇതിനിടയ്ക്ക് നവ്യനെ ഒന്നും കൂടെ ടച്ചപ്പൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് നയന. അവളെ നീ ഒരുക്കിയതല്ലേ, പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും അതിൻ്റെ മേലേക്ക് ഇരുന്ന് തോണ്ടണേ എന്ന് ചോദിക്കും. ഓ, ഇവള് വലിയ ഡിസൈൻകാരിയാണെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാകുമെന്ന് ജാനകിയും പറയും. അതിനെന്താ, നിങ്ങളെ ചെയ്യുന്നില്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ, മോൾ നല്ല ഡിസൈൻകാരി തന്നെയാണ്, നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റുമോ അതിനൊക്കെയെന്ന് ചോദിക്കും. വീണ്ടും അബീനെ ഫോണിലേക്ക് മുത്തശ്ശൻ വിളിക്കും, എടുക്കുന്നില്ല. അപ്പോൾ ദേഷ്യമൊക്കെ വന്നിട്ട് പാടില്ല. അതേസമയം തന്നെ ജാനകി രഹസ്യമായിട്ട് ജലജോട് പറയുന്നുണ്ട്, ഇന്ന് നിൻ്റെ മോൻ ചെയ്തത് ശരിയായില്ല കേട്ടോ, അവനെന്താ വരാത്തതെന്ന് പറഞ്ഞപ്പോൾ ശരികേടൊന്നുമില്ല, പക്ഷെ ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് അവനൊന്ന് വരേണ്ടതായിരുന്നു, ഈ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞ് പോകുമല്ലോ പിള്ളമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, ഞാൻ വീഴാറായി എന്ന് വിചാരിച്ചിട്ടാണ് ഗോവിന്ദ അവൻ്റെ ഈ വേഷം കെട്ട്. എൻ്റെ 3 കൊച്ചുമക്കളിലും അവൻ മാത്രമേ ഉള്ളൂ പറഞ്ഞത് കേൾക്കാത്ത ഒരാൾ. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്താ ചെയ്യണേന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ അവൻ്റെ കുറച്ച് നാൾ എന്നെ പേടിച്ചിട്ടായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു, ഇപ്പം അതും ഇല്ലാണ്ടായിട്ടുണ്ട്. ഞാൻ വീഴാറായല്ലോ എന്നുള്ളൊരു ധാരണയാണ് അവന്. എന്തായാലും ഞാൻ വീഴാറായിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒന്നും വീഴൊന്നുമില്ല, അതിനു മുന്നേ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട് മുത്തശ്ശൻ. പിന്നീട് ദേവയാനി എല്ലാവരുടെ മുന്നിൽ വെച്ച് നയനെ കുറ്റപ്പെടുത്തിയപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആദർശ് മോൻ്റെ അമ്മേനെ എൻ്റെ മോളെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയത് എന്ന് വെച്ചിട്ട് അവളെ വാരിക്കോരി സ്നേഹിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഇവിടുത്തെ മരുമോളെന്നുള്ളൊരു പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറയും. മരുമോളെന്നുള്ള പരിഗണന ഞാൻ കൊടുക്കണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ജലജ പറയൂ, ഭയങ്കര ചൂടല്ലേ ഏട്ടത്തി, മരുമോളെ രാമച്ച വിശറിയെടുത്ത് വീശി കൊടുക്കുക എന്ന് പറഞ്ഞ് ജലജ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നത്, നീ നിർത്തടി, നീ പരിഹസിക്കൊന്നും വേണ്ട, ഗോവിന്ദൻ പറഞ്ഞതിലും കാര്യമുണ്ട്, നയനമോളെ സ്വന്തം മരുമോളായി കണ്ടാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വീണ്ടും പാലിൻ്റെ കാര്യം പറയുമ്പോൾ പറയും, പാലിൻ്റെ കാര്യം അതിനുള്ള പരിഹാരവും മോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയും. മോൾ കാച്ചിച്ച പാലാണ് നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും മോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്ത് പരിഹാരം എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ വിഷയം മാറ്റും അവർ. വീണ്ടും അബിയിലേക്ക് തന്നെ വരും. അബിയിലേക്ക് വന്ന് അബി ജലജോട് പറയുന്നുണ്ട്, അപ്പോൾ മുത്തശ്ശൻ, ഇന്ന് ഈ പരിപാടിക്ക് അവൻ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ജലജയെ നിൻ്റെ മോനെ ഞാൻ ചവിട്ടി പുറത്താക്കും, അതുറപ്പാണ്. പിന്നെ ഈ വീട്ടിൽ അവന് സ്ഥാനം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ജലജ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതോടെയാണ്, ജലജ മാത്രമല്ല നമ്മുടെ നവ്യയ്ക്കും വല്ലാത്തൊരു വിഷമത്തോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.